ജില്ലയിൽ കഴിഞ്ഞ ദിവസം കായലുകളിലുണ്ടായ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകുന്നതിനായി ഫിഷറീസ് വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ നിന്നും മരട് മേഖല ഒഴിവാക്കിയതിനാൽ പ്രതിഷേധം രേഖപ്പെടുത്തി മരട് നഗരസഭ. പ്രസ്തുത വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള മരട് നഗരസഭയുടെ കത്ത് അധ്യക്ഷൻ ആന്റണി ആശാമ്പറമ്പിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ബെൻസന് കൈമാറി. ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് രശ്മി സനിൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റിനി തോമസ്, ബേബി പോൾ, കൗൺസിലർമാരായ ജയ ജോസഫ്, മോളി ഡെന്നി എന്നിവർ പങ്കെടുത്തു. മരട് നഗരസഭാ പരിധിയിൽ മത്സ്യക്കുരുതി നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്, കുഫോസ്, CMFRI തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥരെയും മത്സ്യകർഷകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരസഭയിൽ യോഗം വിളിച്ചുകൂട്ടുകയും സർക്കാർ അനുമതിയോടെ മത്സ്യകർഷകർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിൻ്റെ ഒരു വീതം നഗരസഭ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മരട് നഗരസഭ പരിധി ഒഴിവാക്കിയതായി കണ്ടതിനാലാണ് മരട് നഗരസഭ രേഖാമൂലം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കത്ത് നൽകിയത്. വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകാമെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഉറപ്പു നൽകിയതായി നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാമ്പറമ്പിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പെരിയാറിലും അതുപോലെ തന്നെ മരട് കുണ്ടന്നൂരിലുമുണ്ടായ മത്സ്യക്കുരുതി, അതുമായി ബന്ധപ്പെട്ട് മരട് നഗരസഭ ഇവിടെ അടിയന്തരമായി മീറ്റിംഗ് വിളിക്കുകയും ഫിഷറീസും കുഫോസും അതുപോലെ മരട് പോലീസും ഇവിടെ CMFRIയുടെ ആളുകളെയും വിളിച്ച് വളരെ വിപുലമായ യോഗമാണ് നമ്മൾ സംഘടിപ്പിച്ചത്. വളരെ വ്യക്തമായി മരട് നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഈ പറയുന്ന 3 ഡിപ്പാർട്ട്മെന്റും കൃത്യമായി അവർക്ക് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ നമുക്കുള്ള അല്ലെങ്കിൽ മരട് നഗരസഭയ്ക്കുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൽ മരട് നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള മത്സ്യക്കുരുതി ഒഴിവാക്കിക്കൊണ്ട് പെരിയാറിലുള്ളത് മാത്രമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മരട് നഗരസഭയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ചെല്ലുകയും ഞങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമായി ഞങ്ങളവിടെ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഉറപ്പ്, ഡെപ്യൂട്ടി ഡയറക്ടർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തൊട്ടടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് ഉണ്ടാക്കിയ ഡയറക്ടർക്ക് കൊടുത്ത് അത് സർക്കാരിലേക്ക് അറിയിക്കും എന്ന ഉറപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഉറപ്പ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കില്ല എങ്കിൽ വളരെ ശക്തമായ സമരപരിപാടികൾ മരട് നഗരസഭ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നടത്തുമെന്നാണ് മരട് നഗരസഭ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്.